നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സർ. ഇന്ത്യയിലെ 2011 ജനസംഖ്യ സെൻസസ് അനുസരിച്ച് ഹിന്ദു 79.8%, ഇസ്ലാം 14.2%, ക്രൈസ്തവർ 2.3%, സിഖ് 1.7%, ബുദ്ധ 0.7%, ജൈന 0.4%, മറ്റുള്ളവർ പാഴ്സി ജൂതനൊക്കെ 0.7%, മതമില്ലാത്തവർ 0.2%. അതിലാണ് സർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വരിക. ഈ മതമില്ലാത്ത 0.2%. അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ മാതിരി ഉള്ള കണക്കൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇതിലാണ് വരിക. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് വളരെ ആ 0.2 വേറെയുണ്ട്, കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവരും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു ചെറിയ വിഭാഗമാണ് 79.8% വരുന്ന ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെ ഭരിക്കുന്നതെന്നുള്ള ബോധം ഭരണം നടത്തുമ്പോൾ നമുക്ക് ഉണ്ടാകണം. കാര്യങ്ങൾ നിയമം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ സമ്പത്തുണ്ടായി വരുമ്പോൾ ആണ് ഈ തർക്കങ്ങളും നിയന്ത്രണത്തിന്റെ ആവശ്യകതയൊക്കെ വരുന്നത്. ഇപ്പോൾ സാധാരണ പാർട്ടികൾക്കും ധാരാളം പൈസയും സമ്പത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ സമ്പത്തുണ്ടായാലും ഗവൺമെന്റ് നിയന്ത്രിക്കാൻ വരില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറെ പ്രോപ്പർട്ടി, കുറെ സ്ഥലങ്ങള്, കെട്ടിടങ്ങള്, പിന്നെ രവി വരുമാനം, നോക്കുകൂലി, ഇതൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ വലിയ സംഖ്യയായി കഴിഞ്ഞാൽ ഗവൺമെന്റ് പോയി നിയന്ത്രിക്കില്ല. ആചാരപരമായ ചടങ്ങ് മാത്രം, ഇപ്പോൾ പുഷ്പാർച്ചന, പതാക ഉയർത്തല്, സമ്മേളനം, അതുമാത്രം പാർട്ടിക്കാർക്ക് ഏൽപ്പിച്ചിട്ട് ബാക്കി ഗവൺമെന്റ് ചെയ്യില്ല. അപ്പോൾ അതേമാതിരി അതും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ നമ്മൾ ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതും കൂടി ആലോചിക്കേണ്ടതാണ്. ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ് സർ. ആ ബഹുസ്വര ഇന്ത്യയിൽ ഈ വിശ്വാസികളുടെ പ്രാധാന്യം, ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം നിസ്സാരമല്ല. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ആരാധനാലയങ്ങളല്ല സർ. അവിടെ നല്ല ഒന്നാന്തരം സംഗീതം, നൃത്തം, കല, ശാസ്ത്രം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് സർ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ നമുക്കറിയാം. ഇപ്പോ മധുര മീനാക്ഷി, അതുപോലെ സിഖുകാരുടെ സുവർണ ക്ഷേത്രം, ഷിർദി സായിദ ക്ഷേത്രം, വൈഷ്ണോദേവി ക്ഷേത്രം, തിരുപ്പതി, ശ്രാവണ ബെൽഗോല, ചെന്നകേശവ, ശബരിമല, കുംഭകോണം, അക്ഷർധാം, ജഗന്നാഥ, ശ്രീപത്മനാഭ, ബദരീനാഥ്, സിദ്ധിവിനായക, കാമാഖ്യ, സോമനാഥ്, ദുർഗ, കാശി വിശ്വനാഥ്, ലിംഗരാജ, ഏകാംബരേശ്വർ, മഹാബോധി, കേദാർനാഥ്, യമുനോത്രി, അമർനാഥ്, ഖജുരാഹോ ക്ഷേത്ര സമുച്ചയം തുടങ്ങി അനേകം ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ വളരെ സുപ്രധാനമായ ലോകപ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ ക്ഷേത്ര സംസ്കാരത്തിൽ ഇപ്പോൾ നമുക്ക് നമ്മളെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇതൊക്കെ ഒന്ന് കാണണം. കടകംപള്ളി അതിലൊക്കെ താല്പര്യമുള്ള ആളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നല്ല കാര്യമാണ്. അപ്പോൾ ഇപ്പൊ ചിതറാൾ എന്നൊക്കെ പറയുന്നത് ഇവിടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ചിതറാളുണ്ട്. കർണാടകത്തിൽ കിടന്ന മൂടബിദ്രിയുണ്ട്. 1000 കൽത്തൂണുകളുള്ള. ഇപ്പൊ മധുര മീനാക്ഷിയിൽ മുട്ടിയാൽ സംഗീതം മുഴങ്ങുന്ന തൂണുകളുള്ള ആ മീനാക്ഷി ക്ഷേത്രത്തിൽ 33 ദശലക്ഷം കൊത്തുപണികളുണ്ട് സർ. 33 ദശലക്ഷം കൊത്തുപണി ഒരു മധുര മീനാക്ഷിയിൽ മാത്രമുണ്ട്. അങ്ങനെയുള്ള ശില്പകല, അത് ലോകത്തെ അത്ഭുതപ്പെടുന്ന ശില്പകലയാണ്. ഖജുരാഹോ ക്ഷേത്ര സമുച്ചയം എന്ന് പറഞ്ഞാൽ 20-30 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഒന്നായിട്ട് നിലകൊണ്ടിരുന്ന ഒരു വൻ പാറ കൊത്തിയെടുത്തിട്ടാണ് ഒരു ക്ഷേത്ര സമുച്ചയം ഉണ്ടാക്കിയത്. അതിന്റെ ഉള്ളിൽ നിന്ന് എത്രയോ ദശലക്ഷം ടൺ കരിങ്കല്ല് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാവും. അത് ചെയ്തത് ഏത് മനുഷ്യരാണ്, ഏത് എഞ്ചിനീയറാണ്? എന്തുമാത്രം അത്ഭുതകരമായിട്ടുള്ള സംഗതികളാണ് സർ ഇന്ത്യയിലെ ഈ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. വെറും ആരാധനാലയവും മതവും വിശ്വാസികളായിട്ട് തള്ളിക്കളയേണ്ട സംഗതിയല്ല, മഹാത്ഭുതമാണ്. അങ്ങനെ ആത്മീയത തേടി ഇന്ത്യയിലേക്ക് വരുന്ന ധാരാളം ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. ഇപ്പോ തഞ്ചാവൂരിലെ ബൃഹദീശ്വരം എന്ന് പറഞ്ഞാൽ സർ 1000 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഒറ്റക്കല്ലിലിങ്ങനെ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തുന്ന ക്ഷേത്രങ്ങൾ. അതുപോലെ തിരുനെൽവേലിയിലെ 9 കോവിലുകൾ. ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ് സർ. മന്ത്രി കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കാണണം, മന്ത്രി പോയി കാണണമെന്നൊക്കെ. അപ്പോഴേ ഈ ദേവസ്വമൊക്കെ വരുമ്പോൾ ഒരു മനസ്സിലൊരു തോന്നലുണ്ടാവുള്ളൂ. എന്താ ഇന്ത്യ, എന്താണ് ക്ഷേത്രങ്ങൾ, അത് നടത്തിക്കൊണ്ടുപോകുന്നത്. ഇതിലൊന്നും ഒരു സഹായവും ഒരു ഗവൺമെന്റും ഇല്ലാത്ത കാലത്തൊക്കെ അത് നിലനിന്ന് പോകുന്നുണ്ട് സർ. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടായത്, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്. ഇപ്പോ ഈ ബൃഹദീശ്വര ക്ഷേത്രമൊക്കെ ഇത്രയും ഉയരത്തിൽ കരിങ്കല്ല് എങ്ങനെ കൊണ്ടുപോയി വെച്ചു എന്ന് ചോദിച്ചപ്പോ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് 7 കിലോമീറ്റർ നീളത്തിൽ മണ്ണിങ്ങനെ നിരപ്പാക്കിയിട്ടിട്ട് ആന കല്ല് വലിച്ചു കൊണ്ടുപോയി മേരെ വെച്ചിട്ട് പണി തീരുന്നതിനനുസരിച്ച് മണ്ണിങ്ങനെ നീക്കം ചെയ്താണ്. അതൊന്നും ആ ഒരു എഞ്ചിനീയറിംഗ് ഒന്നും ഇന്ന് അസാധ്യമായിട്ടുള്ള സംഗതികളാണിത്. ഈ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ പെടുന്ന തരത്തിലുള്ള ക്ഷേത്രങ്ങളാണ്. ഖജുരാഹോയൊക്കെ ഏത് തരത്തിലാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയതെന്ന് പറയാൻ സാധ്യല്ല.
അത്രയും വലിയ എഞ്ചിനീയറിംഗ്. അപ്പൊ ശാസ്ത്രം അവിടെ ഉണ്ട്. അതുപോലെ ഈ 1000 കൽമണ്ഡപങ്ങളിലൊക്കെ ഏത് ഭാഗത്ത് നോക്കിയാലും തൂണുകളൊക്കെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തോന്നും. അത് എന്ത് തരത്തിലുള്ള ഗണിതശാസ്ത്ര സർ, എന്ത് ഫിസിക്സ് ആണ്, എന്ത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്? ഇപ്പൊ നമുക്ക് ആലോചിക്കാൻ പറ്റും, PWD പോയിട്ട് ആർക്കും അതൊന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല. എന്ത് PWD, അതിന്റെ മുമ്പിലൊക്കെ PWD എന്ന് പറഞ്ഞാൽ വെറും കടലാസ് കോട്ടകളാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. അതുപോലെ നമ്മുടെ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അന്ധവിശ്വാസങ്ങളൊന്നും അല്ല. എല്ലാ ആരാധനാലയങ്ങളും അന്ധവിശ്വാസം. ഇപ്പോ ഷിർദി സായിബാബ് പറഞ്ഞത് സബ്കാ മാലിക് ഏകേ എന്ന്, എല്ലാവർക്കും ഒരു ദൈവമാണ്. അത് തന്നെയാണ് ഇസ്ലാമും പറയുന്നത്, അത് തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയും വേദങ്ങളും ഒക്കെ പറയുന്നത്. അതുപോലെ ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞ സംഘടന, അവര് സർവ്വ മനുഷ്യരെയും ഒരുപോലെ കാണുന്നവരാ, വിഗ്രഹാരാധകരൊന്നുമല്ല. നയനം ചിന്നന്തി ശസ്ത്രാണി നയനം ദഹതി പാവക എന്ന ചൈനം ക്ലേദ അന്ത്യാപ്പോ എന്ന സോഷയതി മാരുതാണ്. ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ് സർ. ഞാൻ ആത്മാവാണ്, അനശ്വരനായിട്ടുള്ള ആത്മാവാണ്. കത്തി കൊണ്ട് മുറിക്കാനാവില്ല, അഗ്നി കൊണ്ട് കരിക്കാനാവില്ല, വെള്ളം കൊണ്ട് നനക്കാനാവില്ല, കാറ്റുകൊണ്ട് ഉണക്കാനാവില്ല. ഞാൻ അങ്ങനെയുള്ള ആത്മാവാണ്. അപ്പൊ എല്ലാവരും ആത്മാക്കളാണ്. LDF UDF ഒന്നുമില്ല സർ, നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ആത്മാവിന് ആണുമില്ല, പെണ്ണുമില്ല, കറുപ്പില്ല, വെളുപ്പില്ല, ഭൂരിപക്ഷമില്ല, കുറവുമില്ല, കൂടുതലുമില്ല, മന്ത്രിയില്ല, MLA ഇല്ല, ജാതിയില്ല, ഒന്നുമില്ല. അതാണ് ഇന്ത്യൻ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് അനുസരിച്ച് ദിവാകരൻ ഇതൊക്കെ മനസ്സിലാവുമെങ്കിൽ പണ്ടെന്നെ നേരെ വഴിക്ക് പോയിട്ടുണ്ടാവില്ലേ. ഇപ്പൊ ഇതൊന്നും CDക്ക് അന്ന് മനസ്സിലാകാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സംഘടനകൾ. അതുപോലെ ഇപ്പൊ ശബരിമലയിൽ സർ വെറും 50 ദശലക്ഷം പേരാണ് ഒരു കൊല്ലം 41 ദിവസം മാത്രം തുറന്നിരിക്കുന്ന ശബരിമലയിൽ ചെല്ലുന്നത്. സുവർണ ക്ഷേത്രത്തിൽ ഒരു ദിവസം 1 ലക്ഷം പേർക്കാണ് വെറുതെ ആഹാരം കൊടുക്കുന്നത്. അവിടെ പോയിട്ട് വലിയ ധനാഢ്യന്മാർ ചെരുപ്പ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇതിലൊക്കെ എന്തെങ്കിലും ഇല്ലാണ്ട് ഇതൊന്നും ഇങ്ങനെ വരില്ല സർ. അതുപോലെ ഡൽഹിയിലെ ബഹായികളുടെ ലോട്ടസ് ടെമ്പിള്, പിന്നെ കാഞ്ചീപുരത്താണെങ്കിൽ സർ പഞ്ചഭൂതങ്ങളെയാണ് ഉപാസിക്കുന്നത്. ഭൂമി, വായു, അഗ്നി, ജലം, ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെ ഉപാസിക്കുക. അതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഗതികളല്ലേ, എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ദ്വാരക ക്ഷേത്രത്തിന് 2500 ഏറെ വർഷം പഴക്കമുണ്ട്. അക്ഷർധാം ഡൽഹിയിലുണ്ട്, ഗുജറാത്തിലുണ്ട്. അതൊക്കെ നമ്മൾ അതുപോലെ കുംഭകോണത്ത് 18 ക്ഷേത്രങ്ങളാണ് സർ. അത് നമ്മൾ കാണേണ്ടതാണ്. ഈ തിരുനെൽവേലിയും ആ 9 കോയിലുകളൊക്കെ നമ്മൾ സന്ദർശിക്കേണ്ടതാണ് സർ. ഇങ്ങനെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത വിധമുള്ള ക്ഷേത്രങ്ങളും അവിടുത്തെ വിശ്വാസങ്ങളും അതെല്ലാം തന്നെ ബേസിക്കലായിട്ട് ഏകദൈവ വിശ്വാസവും നല്ല മനുഷ്യബന്ധങ്ങളും ജീവജാലങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ഇപ്പൊ നിർത്ത സർ, സർവ്വ ഐശ്വര്യങ്ങളും വരാൻ ആഗ്രഹിക്കുന്നതാണ്. അല്ലാതെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് വാസ്തവത്തിൽ വേദഗ്രന്ഥങ്ങളൊക്കെ. അപ്പൊ ഏത് വേദങ്ങളായാലും ആദ്യത്തെ വേദം ഋഗ്വേദാണ്. പിന്നെ നമ്മളിപ്പം മുണ്ടകം, മാണ്ഡൂക്യം, ചാന്തോക്യം, ബൃഹദാരണ്യകം, പ്രശ്നം, ഈശാവാസ്യം, കേനം, കഠം, ഈ ഉപനിഷത്തുകളെല്ലാം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും വളരെ നല്ല ഒരു ബഹുസ്വരമായിട്ടുള്ള സർവ്വ ജീവജാലങ്ങളെയും സർവ്വ മനുഷ്യരെയും ഒരുപോലെ കാണുന്നൊരു കൺസെപ്റ്റുള്ളത്. അല്ലാണ്ട് ഇതെല്ലാം നമ്മൾ വെറുതെ നമ്മൾ കുറെ പുരോഗമനവാദികളും ബാക്കിയുള്ളവരൊക്കെ മോശം തള്ളിക്കളയരുത്. എല്ലാ മതങ്ങളും എല്ലാ വേദഗ്രന്ഥങ്ങളും ഇതുപോലെയാണ്. അതുകൊണ്ട് ഈ മദ്യപാനികളോടും ഒക്കെ നമ്മൾ കാണിക്കുന്ന താല്പര്യമുണ്ടല്ലോ, അതെങ്കിൽ അതിന്റെ ഒരു പകുതിയെങ്കിലും ഈ ക്ഷേത്രങ്ങളോടും ക്ഷേത്ര ജീവനക്കാരോടും ഒക്കെ കാണിക്കണം സാർ. ഇന്ത്യയിൽ താജ്മഹൽ, കുത്തബ് മീനാർ, മധുര മീനാക്ഷി, അതുപോലെ ഈ പറഞ്ഞ ക്ഷേത്രങ്ങള്, നമ്മുടെ പൈതൃകങ്ങള്, വ്യത്യസ്തപ്പെട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ നിലനിൽക്കുകയാണ് സാർ. നമ്മുടെ MS സുബ്ബലക്ഷ്മി, കൗസല്യ, സുപ്രജ, രാമ, അത് അറിയാത്താണെങ്കിലും ഉണ്ടാവും. ഹരിപ്രസാദ് ചൗരസ്യ, പണ്ഡിറ്റ് രവിശങ്കർ, ഉസ്താദ് ബിസ്മില്ല ഖാൻ, അംജദ് അലി ഖാൻ, ലതാ മങ്കേഷ്കർ, ആബിദ പർവീൻ, നൂറൻ സിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെ. അതുപോലെ ഇപ്പൊ ഈ ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുമ്പോൾ ബിസ്മി കേട്ടിട്ട് നമ്മൾ ബേജാറാണ്. അദ്ദേഹം കാശിയിലാണ് തന്റെ ഈ സംഗീത സമർപ്പണം നടത്തിയിരുന്നത്, എന്നും വാരാണസിയിലായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്, പറഞ്ഞാൽ തീരത്തത്രയും. ബീഗം അക്താർ, ഇളയരാജ, സക്കീർ ഹുസൈൻ, ഭീംസൻ ജോഷി, മാസ്റ്റർ മദൻ, RD ബർമൻ, കാതരി ഗോപിനാഥ്, ഇങ്ങനെയുള്ള ലോകപ്രശസ്തമായ സംഗീതങ്ങളുടെ നാട്, അതുപോലെ ശില്പകലകളുടെ നാട്, ക്ഷേത്രങ്ങളുടെ നാട്, ആത്മീയതയുടെ നാട്. ഈ മഹത്തായ ഈ ഭാരതീയ സംസ്കാരം തേടിയിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ വരിക. പക്ഷേ ആ സംസ്കാരത്തിന്റെ എല്ലാം അടിത്തറയായി വർത്തിക്കുന്ന ഇതുപോലുള്ള ചില ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും ഇവിടുത്തെ സംസ്കാരവും സാഹിത്യവും കലകളും ഒക്കെയാണ് സാർ. അപ്പൊ അതിനെ നമുക്ക് വിസ്മരിക്കാൻ പാടില്ല.
അപ്പോ ഇത് അങ്ങനെയുള്ള ഒരു മലബാർ ദേവസ്വത്തിനെ കാണുമ്പോൾ മലബാർ ദേവസ്വം ചെറിയൊരു ഏർപ്പാട്, അതിലൊരു കമ്മീഷണർ വെക്കുക, അതിനെന്തെങ്കിലും ഒന്ന് 2 ദിവസം ഒരു ചെറിയ ഭേദഗതി കൊണ്ടൊന്ന് പാസ്സാക്കി കൊണ്ടുപോവുക എന്നതിൽ അവസാനിക്കുന്നില്ല. വലിയ മഹത്തായ 79.8% ഹിന്ദുക്കളുടെ രാജ്യത്ത് ഈ മഹത്തായ ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്ന ഒരു ക്ഷേത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണിതെന്ന് വിസ്മരിക്കണ്ട. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വിന വതീതമസ്തു മാ വിദിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.